മാലാഖ എന്ന കഥയുടെ തുടർഭാഗം. അച്ഛനെയും കൂട്ടി തോമസ് കോളേജ് മാനേജ്മെൻറ്റിനെ കണ്ട് ജോലി ഉറപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അന്നെ അറിഞ്ഞോ, മറിയയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. തോമസും അന്നയും സന്തോഷത്തോടെയാണ് ആ വാർത്ത കേട്ടത്. നാളെ തന്നെ പോകണം, കുഞ്ഞിനെ കാണണം അവർ ഉറപ്പിച്ചു. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്നയ്ക്ക് സന്തോഷം കൊണ്ട് പിറ്റേന്ന് തന്നെ അവർ ആശുപത്രിയിൽ പോയി. പുത്തൻ ഉടുപ്പുകളും സോപ്പും പൗഡറും ഒക്കെ വാങ്ങി. മറിയയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങളും ചോറും ഒക്കെ കരുതി അവർ കടന്നു ചെന്നപ്പോൾ ആൻ്റണി അടുത്തുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതേ ആൻ്റണി ചിരിച്ചുകൊണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. കുഞ്ഞിനെ കണ്ടതേ അന്ന ഓടി അടുത്ത് ചെന്നു എടുക്കുവാനായി. തൊട്ടു പോകരുത്, നാണമില്ലേ നിങ്ങൾക്ക്? വന്നിരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ. തോമസ്, നീ വേണമെങ്കിൽ കണ്ടോ, പക്ഷേ ഇവർ കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഉടനെ അന്ന പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ സമയത്ത് നിന്നെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ? ഞാൻ നിന്നെ നോക്കുന്ന പോലെ ആരെയും നിന്നെ നോക്കുമോ? ഞാൻ കാശ് കൊടുത്ത് വൃത്തിയും വെടിപ്പുമുള്ള ആരെയും നിർത്തിക്കോളാം. അല്ലാതെ നിങ്ങളുടെ വൃത്തികെട്ട കൈകൊണ്ട് എൻ്റെ കൊച്ചിനെ എടുത്താൽ അതിന് വല്ല രോഗവും പിടിക്കും. ഒന്ന് പോയി തരാമോ? അതോ ഞാൻ പിടിച്ചിറക്കി വിടണോ? തോമസേ, നീ കണ്ടിട്ട് വാ, ഞാൻ വെളിയിൽ നിൽക്കാം. ഉടനെ മറിയ പറഞ്ഞു, ഒന്നും നിന്നേ, ഈ മുഴുത്ത പൊതിക്കെട്ട് കൂടി എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഞാൻ എടുത്തെറിയും. അന്ന അതെടുത്തു. കരയാതിരിക്കാൻ പാടുപെട്ടു വെളിയിലിറങ്ങി. പെട്ടെന്ന് തോമസ് മറിയോട് ഇത്രയും പറഞ്ഞു, ചേച്ചിയമ്മയെ വേദനിപ്പിച്ച നിങ്ങളുമായി എനിക്കിനി യാതൊരു ബന്ധവുമില്ല. അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി. അവരിരുവരും നടന്നു വരുന്നത് ആൻ്റണി കണ്ടു. അയാൾ അവരുടെ അടുത്തെത്തി. പോകുവാണോ? എന്താ ചേച്ചി, അവൾ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല, വീട്ടിൽ പോയിട്ട് നാളെ വരാം. അവർ നടന്നു നീങ്ങി. വീട്ടിൽ ചെന്നതേ അന്ന തോമസ് കാണാതെ ഒരുപാട് കരഞ്ഞു. പിന്നീട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ അവന് ആഹാരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മറിയോട് നീ അങ്ങനെ പറയരുതായിരുന്നു. അവൾക്ക് വിവരമില്ല, അതുകൊണ്ട് ആണ് അവൾ അങ്ങനെ. മോനത് മനസ്സിൽ വെക്കേണ്ട, മറന്നുകള. തോമസ് ഒന്നും പറഞ്ഞില്ല. ഇത്രയും ക്ഷമയും സഹനവുമുള്ള ഒരാൾ ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ടാകുമോ ദൈവമേ? അധികം വൈകാതെ തോമസിന് ജോലിക്കുള്ള ഓർഡർ വന്നു. അവൻ ജോയിൻ ചെയ്യാനായി പോകുന്ന അന്ന് രാവിലെ ഇരുവരും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പൻ്റെയും അമ്മച്ചിയുടെയും കുഴിമാടത്തിൽ മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന ആഹാരവും കഴിച്ച് ചേച്ചിയമ്മയ്ക്ക് യോട് അനുഗ്രഹവും വാങ്ങി അവൻ ജോലിക്ക് പോയി. അങ്ങനെ ആ ആഗ്രഹവും അന്നയുടേത് സഫലമായി. ഇനി അവനൊരു വിവാഹം കൂടി കഴിച്ചാൽ എനിക്ക് വിശ്രമിക്കാം, അന്ന മനസ്സിലോർത്തു. തിരുരൂപത്തിൽ നോക്കി തൊഴുതു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അച്ഛൻ അന്നയോട് പറഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് അച്ചോ? നമ്മുടെ തോമസിനൊരു ആലോചന വന്നിട്ടുണ്ട്. എവിടുന്നാ അച്ചോ? നമ്മുടെ ഇടവകയിലെ വർഗീസിൻ്റെ മകൾ സോഫി. അന്നയ്ക്ക് അറിയാവുന്നവരാ. നല്ല ദൈവഭയവും നല്ല അടക്കവുമുള്ള ഒരു പെൺകൊച്ച. അവർക്ക് താല്പര്യമാണ്. അച്ഛാ, അവർ ഈ ഇടവകയിലെ കാശുകാരല്ലയോ? അതേ മോളെ, പക്ഷേ നമ്മുടെ തോമസിന് എന്താ കുഴപ്പം? അവൻ പഠിപ്പില്ലേ, ഒന്നാന്തരം ജോലിയില്ലേ, നല്ല സ്വഭാവവും. എവിടുന്ന് കിട്ടും ഇതുപോലൊരു ചെറുക്കനെ? അന്നയെയും അവർക്ക് വളരെ ഇഷ്ടമാണ്. തോമസ് വരട്ടെ, നമുക്ക് ചോദിക്കാം. അവന് സമ്മതമാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അങ്ങനെ തോമസ് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചേച്ചിയമ്മയ്ക്ക് സമ്മതമാണോ? എങ്കിൽ അതാരാണേലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ആ വിവാഹവും ഏകദേശം നടക്കുമെന്നായി. ക്രിസ്തുമസ് കഴിഞ്ഞ് കല്യാണം. അവൻ ജോലിക്ക് പോയി. അന്ന ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയി അച്ഛനെ കണ്ടു, കുമ്പസാരിച്ചു, കുർബാന കൈക്കൊണ്ടു. പള്ളി പിരിഞ്ഞ നേരം അന്ന അച്ഛനെ കണ്ടു. ഒരു കാര്യം പറയാനുണ്ട്. എന്താ അന്നെ? അച്ചോ, തോമസിൻ്റെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു. അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു പ്രശ്നമായി ഞാനുണ്ടാകാൻ പാടില്ല. അവൻ എന്നിൽ നിന്ന് അകലുന്നത് എനിക്ക് സഹിക്കുവാൻ സാധിക്കില്ല. എൻ്റെ പേരിൽ അവശേഷിക്കുന്ന 55 സെൻറ്റ് സ്ഥലം ഞാൻ അവൻ്റെ പേരിലാക്കി. അതിൻ്റെ പ്രമാണമാണിത്. അച്ഛൻ ഉടനെ ചോദിച്ചു, അന്നെ, നീ എന്താ ഈ കാണിച്ചത്? നാളെ നിനക്ക് എന്തെങ്കിലും വേണ്ടേ? ഒന്നും വേണ്ടച്ചാ. മനസ്സമാധാനത്തോടെ ഒരു നേരം ആഹാരവും കിടക്കാൻ ഇത്തിരി സ്ഥലവും കിട്ടിയാൽ മതി. അന്നയ്ക്ക് വേറെയൊന്നും വേണ്ട. തോമസ് വന്നു കഴിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരും. അച്ഛൻ ഇതവന് കൊടുക്കണം. അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ അധികം വൈകാതെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങും. ഇവിടേക്ക്? അത് അച്ഛൻ പറയണം. എന്നെപ്പോലെയുള്ളവരെ ജീവിക്കുന്ന
മന്ദിരങ്ങളുണ്ട്. അവിടെ ഒരിടം അച്ഛൻ എനിക്ക് കണ്ടെത്തി തരണം. അന്നേ, എന്താ നീ ഇങ്ങനെ പറയുന്നത്? ഇല്ല അച്ചു, ഞാൻ ഈ ഒരു കാര്യം സ്വയം തീരുമാനിച്ചതാ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ സമ്മതത്തോടെ. അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ അവനൊരു കൂട്ടാകും. അതോടെ നല്ല കുടുംബക്കാരാണ്. അവനെ അവർ പൊന്നുപോലെ നോക്കും. ഇനി എൻ്റെ ആവശ്യമില്ല. അവന് സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ. അത് കണ്ടാൽ മതി. എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ സോഫിക്ക് ബുദ്ധിമുട്ട് കാണും. അവർക്ക് അവളുടെ വീട്ടിലും താമസിക്കാം. ഒരുപാട് സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നതാ. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ എതിര് നിൽക്കരുത്. തന്നെയുമല്ല, പറമ്പിലും പാടത്തുമൊക്കെ പണിത് ഞാൻ ആകെ മുരഞ്ഞു. മറിയയാണേൽ എന്നെ കണ്ടാൽ മിണ്ടത്തുകൂടിയില്ല. ഇനി അല്പം സ്വസ്ഥതയൊക്കെ വേണം അച്ചോ. അങ്ങനെ വയനാട്ടിലുള്ള ഒരു മഠത്തിൽ അന്നയ്ക്ക് ശേഷിച്ച കാലം ജീവിക്കാൻ ഒരിടം അച്ഛൻ പറഞ്ഞ് ഏർപ്പാടാക്കി. തോമസിനെ കൂട്ടി അച്ഛൻ്റെ അടുത്ത് അന്ന കൊണ്ടുപോയി. അന്നയുടെ വസ്തുവിൻ്റെ പ്രമാണം അച്ഛൻ തോമസിന് കൊടുത്തു. കാര്യം പറഞ്ഞ് തോമസ് ഒരുപാട് കരഞ്ഞു, കാലിൽ വീണ് യാചിച്ചു. പോകരുതെന്ന് പറഞ്ഞ് അന്ന അവനോട് പറഞ്ഞു, നീ ഒരു കുടുംബസ്ഥനാവുകയാണ്. ജീവിതത്തിൻ്റെ വഴികൾ ഇടുങ്ങിയതാണ്. എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പിണക്കം തോന്നിയാൽ എനിക്കത് സഹിക്കാനാവില്ല. ഇപ്പോഴുള്ള നിൻ്റെ സ്നേഹവുമായി സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നത്. എപ്പോൾ നിനക്കെന്നെ കാണണമെങ്കിലും വരാമല്ലോ. അതാ മോനെ ഇനി നല്ലത്. വേദനയോടെയാണെങ്കിലും വിവാഹശേഷം തോമസ് അന്നയെ അഗതി മന്ദിരത്തിൽ കൊണ്ടുചെന്നാക്കി. പിരിയാൻ നേരം തോമസ് ഒരുപാട് കരഞ്ഞു. അന്ന അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. മോന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വന്ന് ചേച്ചിയമ്മയെ കണ്ടാൽ മതി. അത് ചേച്ചിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അടുത്ത ഭാഗവുമായി നാളെ